ഹായ് ഫ്രണ്ട്സ്, മൈ പെർഫെക്റ്റ് സ്ട്രേഞ്ചറിന്റെ 13ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഹേജിനെ പോലീസുകാരൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. യൂൻ പെട്ടെന്ന് തന്നെ പോലീസുകാരനെ പിടിച്ചു നിർത്തിയിട്ട് തനിക്ക് ഹേജിനോടൊന്ന് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ പോലീസുകാരൻ അവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നു. എല്ലാം ശരിയാവും, അതുവരെ നീ സുൻഹയുടെ കൂടെ തന്നെ നിൽക്കണം എന്നൊക്കെ ഹേജുൻ പറയുന്നു. ഹേജുനെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ള കാര്യം യൂനിന് അറിയില്ലായിരുന്നു. യൂൻ ആകെപ്പാടെ ഇമോഷണൽ ആവുന്നു. അപ്പോഴേക്കും പോലീസുകാരൻ ഹേജുനെ അവിടെ നിന്ന് കൊണ്ടുപോയി. ഇനി സുൻഹയ്ക്ക് ബോധം വന്നിട്ട് സുൻഹ പറഞ്ഞാൽ മാത്രമേ പോലീസുകാരെല്ലാം വിശ്വസിക്കുള്ളൂ. അങ്ങനെ പോലീസുകാരൻ നേരെ ഹേജിനെ കൊണ്ടുപോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവർക്ക് ഈ നടന്ന കാര്യങ്ങളൊന്നും ഇതുവരെ അറിയില്ല. ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത് നോവലിസ്റ്റിന്റെ ബ്രദറാണ് ആ കൊലയാളി എന്നാണ്. അങ്ങനെ പോലീസുകാരെല്ലാം പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണാടി പയ്യൻ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ആ സമയം സുൻഹ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഇതുവരെയായിട്ടും സുൻഹയുടെ ബോധം വന്നിട്ടില്ല. സുൻഹയുടെ അച്ഛനാണെങ്കിൽ അവിടെ നിൽക്കുന്ന പോലീസുകാരനെ എല്ലാം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർ ഓൾറെഡി ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ, എന്നിട്ടും ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ടാണ് സുൻഹയുടെ അച്ഛൻ പോലീസുകാരനെ വഴക്ക് പറയുന്നത്. അങ്ങനെ സുൻഹയുടെ അമ്മ സുൻഹയുടെ അടുത്ത് തന്നെ ഇരിക്കുന്ന സമയത്താണ് അവളുടെ പോക്കറ്റിൽ നിന്ന് ഒരു മാച്ച് ബോക്സ് ലഭിക്കുന്നത്. സുൻഹയുടെ അമ്മ അത് തുറക്കുന്നതിന് മുന്നേ തന്നെ ആ പോലീസുകാരൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്ന് അത് പിടിച്ചു മേടിച്ച് തുറന്നു വായിക്കുന്നു. മരിച്ചുപോയ പെൺകുട്ടികളുടെ ബോഡിയുടെ അടുത്ത് നിന്നും കിട്ടിയ അതേ മാച്ച് ബോക്സ് തന്നെയാണ് ഇപ്പോൾ സുൻഹയുടെ പോക്കറ്റിൽ നിന്നും കിട്ടിയത്. ഇതറിഞ്ഞ പോലീസുകാരൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. ഇതെല്ലാം യൂന് പുറത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. യൂൻ പെട്ടെന്ന് തന്നെ ആ പോലീസുകാരനെ ഫോളോ ചെയ്തു. ആ പോലീസുകാരൻ അവന്റെ സീനിയറെ വിളിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ കിട്ടിയ മാച്ച് ബോക്സിനെ കുറിച്ചാണ് ആ പോലീസുകാരൻ സംസാരിക്കുന്നത്. അപ്പോഴാണ് തന്റെ അമ്മയെ ആ കൊലപാതകി കൊല്ലാൻ തന്നെയാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യം യൂൻ മനസ്സിലാക്കുന്നത്. ആ കൊലയാളിയുടെ മുഖം ആകെ അറിയാവുന്നത് നോവലിസ്റ്റ് കോച്ചിന് മാത്രമാണ്. അങ്ങനെ യൂൻ നേരെ ചെല്ലുന്നത് നോവലിസ്റ്റ് കോച്ചിനെ കാണാനാണ്. എങ്ങനെയെങ്കിലും ആ കൊലയാളിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നോവലിസ്റ്റ് കോച്ചിന്റെ അടുത്തേക്ക് ഇപ്പോൾ യൂൻ എത്തുന്നത്. എന്നാൽ നോവലിസ്റ്റ് കോച്ച് ആണെങ്കിൽ തന്റെ ബ്രദറാണ് പ്രതിയെന്നും വേറെ ആരാണെന്ന് അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. സുൻഹനെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളും കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങളും എല്ലാം യൂൻ നോവലിസ്റ്റ് കോച്ചിനോട് പറയുന്നു. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് നോവലിസ്റ്റ് കോച്ചിന്റെ മനസ്സ് മാറുന്നില്ല. ആരാണ് ശരിക്കുള്ള പ്രതി എന്നൊന്നും അവൾ തുറന്ന് സംസാരിക്കുന്നില്ല. നോവലിസ്റ്റ് ഇപ്പോഴും പറയുന്നത് തന്റെ ബ്രദറാണ് കുറ്റം ചെയ്തത് എന്നാണ്. അങ്ങനെ യൂൻ തിരിച്ച് സുൻഹയുടെ അടുത്ത് തന്നെ വന്നിരിക്കുന്നു. അങ്ങനെ യൂൻ അവിടെ ഇരുന്ന് ഇമോഷണൽ ആവുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ സുൻഹയ്ക്ക് ബോധം വരുന്നത്. അങ്ങനെ സുൻഹയുടെ മൊഴി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പോലീസുകാരും അങ്ങോട്ടേക്ക് എത്തി. അപ്പോഴാണ് തന്നെ ഉപദ്രവിച്ചതും തന്നെ തട്ടിക്കൊണ്ടുപോയതും ഹേജുനല്ല എന്നുള്ള കാര്യം സുൻഹ പോലീസുകാരോട് പറയുന്നത്. ആ സമയത്ത് ഹേജുൻ പോലീസ് സ്റ്റേഷനിലാണ്. ഹേസബിന്റെ അങ്കിളില്ലേ, ആ പോലീസുകാരൻ ഹേജുനെ പറ്റി അന്വേഷിച്ചിരുന്നു. അപ്പോഴാണ് ഹേജൻ സബ്മിറ്റ് ചെയ്ത് ആ ടീച്ചർ സർട്ടിഫിക്കറ്റ് ഇല്ലേ അതിലും ഫേക്ക് ആണെന്നുള്ള കാര്യം പോലീസുകാരൻ അറിയുന്നത്. ഹേജനെ പറ്റിയുള്ള ഒരു വിവരങ്ങളും അവരുടെ ഡേറ്റാബേസിലില്ല. ഹേജൻ ഇനി ഒരു സ്പൈ ആണോ എന്നൊക്കെയുള്ള ഡൗട്ടിലാണ് പോലീസുകാരൻ. അങ്ങനെ പോലീസുകാരൻ ഇതിനെ കുറിച്ചെല്ലാം ഹേജനോട് തിരക്കുന്നു. ഹേജനാണെങ്കിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ ഇപ്പോൾ തയ്യാറാണ്. അങ്ങനെ ഹേജൻ പോലീസുകാരനെയും അതേപോലെ തന്നെ പ്രിൻസിപ്പലിനെയും കൂട്ടി നേരെ ചെല്ലുന്നത് ഹേജന്റെ വീട്ടിലാണ്. അവിടെ ചെന്ന ഹേജൻ നേരെ തന്റെ സീക്രട്ട് റൂമിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. അവിടെയെല്ലാം ഹേജൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ കട്ടിങ്സ് എല്ലാം അവർ കണ്ടു. അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ എല്ലാം പേപ്പർ കട്ടിങ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ പോലീസുകാരൻ ഒരു റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് അയാളുടെ കൈതട്ടി ടീ അതിൽ വീണായിരുന്നു. അങ്ങനെ ആ ടീ വീണ അതേപോലെ തന്നെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഹേജന്റെ റൂമിലിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് അവരാകപ്പാട് ഷോക്ക് ആവുന്നു. അങ്ങനെ ഹേജൻ താൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ അവരോട് പറയുന്നു. പ്രിൻസിപ്പലിനോട് താൻ പ്രിൻസിപ്പലിന്റെ കൊച്ചുമകനാണെന്നും ഹേജൻ പറയുന്നു. പ്രിൻസിപ്പലിന് അത് എവിടേക്കോ വിശ്വാസമായി. എന്നാൽ പോലീസുകാരന് അതിൽ തീരെ വിശ്വാസമില്ല. ആ സമയത്താണ് ഹേജന്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് പ്രിൻസിപ്പൽ ശ്രദ്ധിക്കുന്നത്. ഈ വാച്ച് ഇന്ന് രാവിലെ തന്റെ കൊച്ചുമകന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ മേടിച്ചതാണ്. അതായത് തനിക്ക് ജനിക്കാൻ പോകുന്ന കൊച്ചുമകന് വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പൽ ആ ഒരു വാച്ച് മേടിച്ചത്. ആ വാച്ചിന്റെ പുറയിൽ പ്രിൻസിപ്പലിന്റെ കൈയക്ഷരത്തിൽ തന്നെ പ്രിൻസിപ്പൽ ഒരു വാചകവും എഴുതിയിരുന്നു. ഹേജന്റെ കയ്യിൽ നിന്ന് മേടിച്ച ആ വാച്ചിലും പ്രിൻസിപ്പൽ എഴുതിയ അതേ വാചകം തന്നെ കാണുന്നു. തന്റെ കൊച്ചുമകനാണ് ഇതെന്നുള്ള കാര്യം അപ്പോഴാണ് പ്രിൻസിപ്പലിന് തന്നെ വിശ്വാസമായത്. അപ്പോഴും നമ്മുടെ പോലീസുകാരന് അത് വിശ്വാസമായില്ല. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ യൂൻ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. യൂൻ പെട്ടെന്ന് തന്നെ വന്ന് ഹേജനെ കെട്ടിപ്പിടിക്കുന്നു. സുൻഹയ്ക്ക് ഇപ്പോൾ ബോധം വന്നതുകൊണ്ട് തന്നെ സുൻഹയല്ല ഈ കുറ്റങ്ങളെല്ലാം ചെയ്തത് എന്നുള്ള കാര്യം പോലീസുകാർക്കും മനസ്സിലായി. അതിന്റെ സന്തോഷത്തിലായിരുന്നു യൂൻ വന്ന് ഹേജനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. ഇതെല്ലാം അവിടെ നിന്ന് പോലീസുകാരനും പ്രിൻസിപ്പളും കാണുന്നുണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഹേജന്റെ കൂടെ പോലീസുകാരനും ഉണ്ടായിരുന്നു. ഹേജൻ ടൈം ട്രാവൽ ചെയ്തു വന്നു എന്നല്ലേ പോലീസുകാരനോട് പറഞ്ഞിരിക്കുന്നത്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരൻ ഇപ്പോൾ ഹേജന്റെ കൂടെ തന്നെ നടക്കുന്നത്. പോലീസുകാരന് വിശ്വാസമാവാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറിൽ എന്ത് ന്യൂസ് ആണ് വന്നിരിക്കുന്നത് എന്ന് ന്യൂസ് പേപ്പറിൽ നോക്കാതെ തന്നെ ഹേജൻ പറയുന്നു. പിന്നീട് ഹേജനും പോലീസുകാരനും ബേസ്ബോൾ കാണാൻ നേരത്ത് ആ ബേസ്ബോൾ ഗെയിമിൽ ആരാണ് ജയിക്കുന്നത് എന്ന് ഹേജൻ കറക്റ്റായി തന്നെ പറയുന്നു. അവരുടെ സ്കോർ ഉൾപ്പെടെയാണ് ഹേജൻ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് പോലീസുകാരൻ ഞെട്ടി നിൽക്കുന്നു. പുള്ളിക്ക് ഇതെല്ലാം വിശ്വസിക്കണമെന്നും വിശ്വസിക്കണ്ടെന്നും ഉണ്ട്. അങ്ങനെ പോലീസുകാരന് ഇതൊന്നും വിശ്വസിക്കാനാവാതെ നേരെ ഹേജന്റെ റൂമിലേക്കാണ് എത്തുന്നത്. അതായത് ആ സീക്രട്ട് റൂമിലേക്ക്. അങ്ങനെ
അവർ ആ മർഡർ കേസിനെ കുറിച്ചെല്ലാം സംസാരിക്കുന്നു. നോവലിസ്റ്റ് വെച്ച് കള്ളം പറഞ്ഞതാണെന്നുള്ള കാര്യം അങ്ങനെ പോലീസുകാരന് മനസ്സിലായി. അങ്ങനെ അവർ കേസിനെ കുറിച്ചെല്ലാം സംസാരിച്ചതിനു ശേഷം ഹേസബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യൂനിന് ഹേസബിന്റെ ബ്രദറിനെ അറിയാം, പക്ഷെ ഹേസബിന് ഇങ്ങനെ ഒരു അങ്കിളുള്ള കാര്യം യൂനിന് അറിയില്ല. അതായത് ഈ പോലീസുകാരനെ കുറിച്ച് ഹേസബ് ഒരു കാര്യങ്ങളും യൂനിനോട് പറഞ്ഞിരുന്നില്ല. പോലീസുകാരന് ഹേസബിനെ ഇഷ്ടമാണെങ്കിലും ആ ഇഷ്ടമൊന്നും പുറത്തു കാണിക്കാൻ പോലീസുകാരൻ തയ്യാറായിരുന്നില്ല. ഹേസബിന് വയ്യാതായിരുന്ന സമയത്ത് പോലും ഹേസബിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരു സിസ്റ്റർ കയ്യിലായിരുന്നു അയാൾ കൊടുത്തുവിട്ടിരുന്നത്. പുള്ളിക്ക് ഹേസബിനോട് ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല, പക്ഷെ എന്തുകൊണ്ടോ ഹേസബിന്റെ അങ്കിൾ ഹേസബിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ തന്നെയായിരിക്കാം ഫ്യൂച്ചറിലും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം തന്റെ അങ്കിളിനെ പറ്റി യൂനിനോട് ഹേസബ് പറയാതിരുന്നതും. സ്നേഹമെല്ലാം പുറത്ത് പ്രകടിപ്പിക്കണം, അല്ലാതെ ഇതേപോലെ എല്ലാം മനസ്സിൽ കൊണ്ട് നടക്കുകയല്ല വേണ്ടത് എന്നൊക്കെ ഹേജുൻ പോലീസുകാരനോട് പറയുന്നു. പോലീസുകാരൻ ഇനി ഹേസബിന്റെ അടുത്ത് സ്നേഹത്തോടാണോ നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. പിന്നീട് നമ്മൾ കാണുന്നത് പ്രിൻസിപ്പളുമായിട്ട് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഹേജുനെയാണ്. ഹേജുൻ ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്തു വന്നതാണെന്നും തന്റെ കൊച്ചുമകനാണെന്നും ഉള്ള കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പൾ വിശ്വസിച്ചിരിക്കുകയാണ്. ആ വാച്ച് കാരണം കൂടിയാണ് പ്രിൻസിപ്പൾ ഇപ്പോൾ ഹേജുനെ വിശ്വസിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. തന്റെ മകൻ ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, അതായത് ഹേജുന്റെ അമ്മ ആരാണ് എന്നൊക്കെ പ്രിൻസിപ്പൾ തിരക്കുന്നു. അപ്പോഴാണ് ടീ ഹൗസിലെ ആ ലേഡിയാണ് തന്റെ മരുമകളായി വരാൻ പോകുന്നത് എന്നൊക്കെ പ്രിൻസിപ്പൾ മനസ്സിലാക്കുന്നത്. എന്നാൽ എത്രയും പെട്ടെന്ന് തനിക്ക് തന്റെ മരുമകളെ കാണണം എന്നൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പൾ വാശി പിടിക്കുന്നു. പുള്ളി ആകെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഫിറ്റായ പ്രിൻസിപ്പളിനെ നേരെ പ്രിൻസിപ്പളിന്റെ വീട്ടിലേക്കാണ് ഹേജുൻ കൊണ്ടുപോയത്. അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് ഹേജുൻ ടീ ഹൗസ് കാണുന്നത്. ഹേജുൻ ആ ടീ ഹൗസിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ടീ ഹൗസിലേക്ക് കയറുന്ന ഹേജുനെയാണ്. ആ ടീ ഹൗസിൽ ഒരു കസ്റ്റമറും ഇല്ലായിരുന്നു. ടീ ഹൗസിലെ ലേഡി അവിടെ ഇരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഹേജുൻ അങ്ങോട്ടേക്ക് കയറി വന്നത്. ഹേജുനെ കണ്ട ഓണർ ലേഡി പെട്ടെന്ന് തന്നെ ഹേജുന്റെ അടുത്തേക്ക് എത്തി. ഹേജുൻ ഇവിടുത്തെ 20,000ാമത്തെ കസ്റ്റമറാണ്, അതുകൊണ്ട് തന്നെ ഹേജുന് ഇന്ന് ഫ്രീ ഫുഡാണ് എന്നൊക്കെ പറഞ്ഞ ഓണർ ലേഡി ഹേജുനെ അവിടെ പിടിച്ചിരുത്തി. ഹേജുന് കോഫി കൊടുക്കുക മാത്രമല്ല ഹേജുന്റെ കൂടെ ഇരിക്കുകയും ചെയ്തു ഓണർ ലേഡി. നിങ്ങൾ എന്തിനാണ് എന്റെ കൂടെ ഇരിക്കുന്നത് എന്നൊക്കെ ഹേജുൻ ചോദിച്ചു. നിങ്ങൾ എന്റെ 20,000ാമത്തെ കസ്റ്റമറാണ്, അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇവിടെ ഇരിക്കുന്നത്. അന്ന് തിയേറ്ററിൽ വെച്ച് നിങ്ങൾ എന്തിനാണ് എന്നെ അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നത് എന്നൊക്കെ ഓണർ ലേഡി ഹേജുനോട് ചോദിച്ചു. വരുന്ന കസ്റ്റമേഴ്സിനോടെല്ലാം നിങ്ങൾ ഇതേപോലെ ചോദ്യം ചോദിക്കുമോ എന്നൊക്കെ ഹേജുൻ തിരക്കി. അപ്പോഴാണ് ഓണർ ലേഡി ഇവിടെ നിന്ന് പോവാണെന്നുള്ള കാര്യം ഹേജുനോട് പറയുന്നത്. തന്റെ അമ്മ ഈ വില്ലേജിൽ നിന്ന് പോവും എന്നുള്ള കാര്യം ഹേജിനെ നേരത്തെ തന്നെ അറിയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് തന്റെ അമ്മ പോകുന്നത് എന്ന് ഹേജിന് അറിയില്ലായിരുന്നു. ഓണർ ലേഡി ഇത് പറഞ്ഞപ്പോഴും ഹേജിന് വിഷമമായി. നിങ്ങൾ പോകുന്ന കാര്യം നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ അറിയാവോ എന്നൊക്കെ ഹേജൻ ചോദിച്ചു. എന്നാൽ ഓണർ ലേഡി ഇവിടെ നിന്ന് പോകുന്ന കാര്യം ആരോടും തന്നെ പറഞ്ഞിരുന്നില്ല. ആ കാര്യം ഇപ്പോൾ ആദ്യമായി ഓണർ ലേഡി പറയുന്നത് തന്നെ ഹേജിനോടാണ്. അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ഹേജൻ എന്ന് പേരിടണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ ഇപ്പോൾ എന്തോ കാര്യം കൊണ്ടാണ് അവർ ഈ വില്ലേജിൽ നിന്ന് പോവാൻ തീരുമാനിക്കുന്നത്. തന്റെ കുട്ടിക്ക് ഇടാൻ വെച്ചിരിക്കുന്ന പേര് തന്നെയാണ് ഹേജുനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓണർ ലേഡിക്ക് ഹേജുനോട് എന്തോ ഒരു താല്പര്യവും ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഓണർ ലേഡി ഇവിടുന്ന് പോകുന്ന കാര്യം ഹേജുനോട് പറയുന്നതും. ഇതായിരിക്കാം തന്റെ വിധി എന്നും പറഞ്ഞ ഓണർ ലേഡി അവിടെ നിന്നും പോകുന്നു. തന്റെ അച്ഛനും അമ്മയും ഒരിക്കലും പിരിയാൻ പാടില്ല എന്നുറപ്പിച്ച ഹേജുൻ നേരെ ചെല്ലുന്നത് യുൻവുന്റെ അടുത്തേക്കാണ്. ആ സമയം യുൻവു കാർ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗേൾഫ്രണ്ടിനെ കാണാൻ പോകുന്നില്ല എന്നൊക്കെ ഹേജുൻ തിരക്കി. അപ്പോഴാണ് ഇന്ന് ഓണർ ലേഡിയെ കാണാമെന്ന് പറഞ്ഞ കാര്യം യുൻവു ഓർക്കുന്നത്. യുൻവു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കണ്ണാടി പയ്യന്റെ ഫ്യൂണറൽ ചടങ്ങുകളാണ്. അവിടെ ഹേജുനും ഹേജുന്റെ അച്ഛനും മുത്തശ്ശനും എല്ലാം ഒരുമിച്ച് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ യുൻവു പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഹേജുൻ അങ്ങോട്ടേക്ക് എത്തിയത്. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും നടന്നോ, എന്തെങ്കിലും ഗേൾഫ്രണ്ട് പറഞ്ഞോ എന്നൊക്കെ ഹേജുൻ തിരക്കി. ഹേജുന്റെ അമ്മ ഇപ്പോൾ ആ വില്ലേജിൽ നിന്ന് പോകാൻ ഒരുങ്ങുകയല്ലേ, അപ്പോൾ ഹേജുന്റെ അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞോ എന്നൊക്കെയാണ് ഹേജുൻ തിരക്കുന്നത്. എന്നാൽ ഇതുവരെയായിട്ട് ഓണർ ലേഡി യുൻവുന്റെ അടുത്ത് പോകുന്ന കാര്യത്തെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ബോയ് ഫ്രണ്ടായിട്ടും എന്തുകൊണ്ടാണ് യുൻവുന്റെ അടുത്ത് ഓണർ ലേഡി ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നത് എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. പിന്നീട് നമ്മൾ കാണുന്നത് യൂനിനെയും സുൻഹയെയുമാണ്. സുൻഹ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. എന്നാലും സുൻഹ കുറച്ചൊക്കെ ഒന്ന് ഓക്കെയായിട്ടുണ്ട്. സ്കൂളിൽ നിന്നും ആ വില്ലേജിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇന്ന് സുൻഹയെ കാണാൻ വേണ്ടിട്ട് എത്തിയിരുന്നു. അവര് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാമാണ് ആയിരിക്കുന്നതും. തങ്ങൾ ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഹേജുൻ എത്തുന്നത്. ഹേജുന്റെ കയ്യിലും ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് യൂനും സുൻഹയും ചിരിച്ചു. അങ്ങനെ ഹേജുനും തന്റെ കയ്യിലുള്ള പാക്കറ്റ് അവിടെ വെച്ചിട്ട് സുൻഹയോട് സംസാരിക്കാൻ വേണ്ടിട്ട് എത്തി. അങ്ങനെ സുൻഹയോട് ആ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടിക്കും എന്നൊക്കെ ഹേജുൻ വാക്കും കൊടുത്തു. അപ്പോഴാണ് ഇത്രയും സാധനങ്ങൾ എവിടെ നിന്നാണ് എന്ന് ഹേജുൻ തിരക്കുന്നത്. ഇന്ന് തന്നെ കാണാൻ ഒരുപാട് വിസിറ്റേഴ്സ് എല്ലാം വന്നു എന്നൊക്കെ സുൻഹയെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഹേജുൻ എന്തോ ഒന്ന് കണ്ടത്. ഹേജുൻ നേരെ ആ സാധനങ്ങളെല്ലാം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു ബാസ്ക്കറ്റിന്റെ ഇടയിൽ നിന്ന് ഒരു മാച്ച് ബോക്സ് ഹേജുന് ലഭിച്ചു. അത് കണ്ട് അവര് മൂന്നുപേരും ഷോക്കായി നിൽക്കുന്നു. അങ്ങനെ ഹേജുൻ പെട്ടെന്ന് തന്നെ ആ മാച്ച് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അതിനകത്ത് ഒരു നോട്ടുണ്ട്. നീ ബോധം വീണ്ടെടുത്തതിൽ സന്തോഷമുണ്ട്,
എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും കാണാം എന്നാണ് ആ നോട്ടിൽ എഴുതിയിരിക്കുന്നത്. അവരുടെ അടുത്ത് തന്നെയാണ് കുറ്റവാളിയുള്ളത് എന്നൊക്കെ ഹേജുനും യൂനിനും മനസ്സിലായി. അങ്ങനെ അവർ ഷോക്കായി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.